എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പട്ടികജാതിക്കാരനായ ജീവനക്കാരനെ സ്ഥലം മാറ്റിയതിനു പിന്നിൽ കോൺഗ്രസിന്റെ ഇടപെടലുണ്ടെന്നാണ് ലീഗ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. സിൻഡിക്കേറ്റ് യോഗത്തിൽ ബഹളമുണ്ടാക്കിയ അംഗങ്ങൾ ഹാളിന് മുന്നിൽ കുത്തിയിരിക്കുകയും ചെയ്തു. VC കോൺഗ്രസിന്റെ തടവറയിലാണെന്നും ലീഗ് ആരോപിക്കുന്നു. ശ്രീ ബാബു സെബാസ്റ്റ്യൻ വൈസ് ചാൻസലറായി ചുമതലയേറ്റതിനു ശേഷം ഇവിടെ വീണ്ടും പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ദളിത് സമുദായത്തിൽപ്പെട്ട ജീവനക്കാർക്ക് നേരെയുള്ള നീക്കങ്ങൾ അതിശക്തമായി നടന്നു വരികയാണ്. പലപ്പോഴും സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്ന നിലയിലും അതുപോലെ തന്നെ ഫോറത്തിന്റെ ഭാരവാഹികളും വൈസ് ചാൻസലറുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നുവെങ്കിലും ഗൗനിക്കുന്ന ഒരു സമീപനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിലെ ചില സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ തടവറയിലാണ് വൈസ് ചാൻസലർ ഉള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോഴെടുത്ത ഈ തീരുമാനം പിൻവലിക്കാൻ വൈസ് ചാൻസലർ സന്നദ്ധമാകുന്നില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ. എന്നാൽ വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് VC പ്രതികരിച്ചു. എന്ന് പറഞ്ഞൊരു ടെമ്പററി അറേഞ്ച്മെന്റ് മാത്രമാണ് നടത്തിയത്. ഇദ്ദേഹം 11.5 വർഷം ആ സീറ്റിൽ ഇരുന്നയാളാണ്. 11.5 വർഷം സീറ്റിൽ ഇരുന്നയാളാണ് ഇപ്പോൾ വീണ്ടും ആ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് ചോദിക്കുന്നത്. മറ്റേ ലേഡി 4.5 വർഷമേ ആ സീറ്റിൽ ഇരുന്ന്, രണ്ടുപേരും ഈക്വലി ക്വാളിഫൈഡ് ആണ്. നേരത്തെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടും VCയും ലീഗും കൊമ്പ് കോർത്തിരുന്നു. വിഷയത്തിൽ VCക്കെതിരെ ലീഗ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണർക്ക് പരാതി അയച്ചിരുന്നു. റിപ്പോർട്ടർ, കോട്ടയം.